സംസ്ഥാനം ഇപ്പോൾ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോലും ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഈ ചൂടത്തും കച്ചവടം നല്ല ചൂടായി നടക്കുന്ന ഒരേ ഒരു സ്ഥാപനമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ AC ഷോപ്പുകളാണ്. ഈ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അതുമാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ ആവി എടുക്കുന്നതാണ്. കാരണം ഹെൽമറ്റ് വെച്ച് പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കാറിൽ നിന്ന് ഇറങ്ങിയാലും കൊള്ള, ഏത് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാലും കൊള്ള, പുറത്തേക്ക് കാല് കുത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. കഠിനമായ ചൂടാണ്. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് നമ്മൾ താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ് നമ്മുടെ AC വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ AC-യുടെ വിലയും മറ്റു കാര്യങ്ങളും AC-ക്കാണെങ്കിലും അതും ചുട്ടുപൊള്ളുന്ന വിലയാണ് ഇപ്പോൾ AC-യുടെ വിലയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല കടകളിലും നമ്മൾ കയറി ഇറങ്ങി നോക്കി. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറത്തെ ചൂടിനേക്കാളും വലുതാണ് AC-യുടെ ഇവിടെ അകത്ത് പൊള്ളുന്ന വില. അപ്പോൾ എങ്കിലും നമ്മൾ നോക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കളമശ്ശേരിയിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അവിടെ ഒരു 40 ഡിഗ്രി ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര നാളൊരു AC എന്നുള്ള ഒരു ഇതിനെപ്പറ്റി നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രശ്നം ആയതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് AC വാങ്ങാമെന്ന് വെച്ച് വന്നതാണ്. ഒരു AC വാങ്ങാമെന്ന് വെച്ചാൽ തൽക്കാലം. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ, ഞാനും അച്ഛനും അമ്മയാണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണം മേടിച്ച് കോമൺ ആയിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള രീതിയിലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓൾമോസ്റ്റ് ഡബിളാണ് ഇപ്പോൾ AC-യുടെ സെയിൽ. അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ സെയിലാണ് നമുക്ക് AC-ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നന്ദിലത്തിൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കേരളത്തിൽ G-മാർട്ടിന് 51 ഷോറൂമുകളാണ്. എല്ലായിടത്തും സഫീഷ്യൻറ്റ് സ്റ്റോക്കാണ് AC ഉള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും AC കൊടുക്കാൻ പറ്റുന്നുണ്ട്. നോർമലി ഒരു ഈവനിങ് ടൈം തന്നെ നോക്കുമ്പോൾ നമുക്ക് 34-35 ഡിഗ്രീസ് വരെ ചൂട് കാണുന്നുണ്ട് ഒരു 7 മണിക്ക്. അപ്പോൾ ഡേ ടൈമിലെ ചൂട് നമ്മൾ പറയാണ്ട് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതൊരു 1 ടൺ AC വെച്ചിരുന്ന സ്ഥലത്ത് ആളുകൾ അത് 1.5 ടണ്ണിലേക്ക് മാറുകയാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ആളുകളൊക്കെ കിച്ചണിൽ വരെ AC ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു ഇതിലേക്ക് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ക്ലൈമറ്റ് അതുപോലെയായി. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും എന്താ പറയുക, എല്ലാ വീടുകളിലും എല്ലായിടത്തും 1-2-3 AC-യുടെ ഉപയോഗം ക്രമാതീതമായി കൂടി. പണ്ടൊക്കെ AC വയ്ക്കുക എന്ന് പറയുന്ന ഒരു അലങ്കാരമായിട്ട്, അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുക, നിത്യോപക സാധനം പോലെയാക്കി മാറ്റി AC-യുടെ ഒരു AC എന്ന് പറയുന്ന സാധനം. AC ഇല്ലാത്ത വീടുകളില്ല. അത് 1-ന് പകരം 2-3 എന്നൊരു ലെവലിലേക്ക് മാറി. ആക്ച്വലി ഞങ്ങൾക്ക് ഫെബ്രുവരി ഒരു 15 തുടങ്ങി AC സെയിൽ ക്രമാതീതമായി കൂടിയെങ്കിലും മാർച്ച് ഏപ്രിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സെയിലാണ് നമുക്ക് മാർച്ചിലും ഏപ്രിലും കിട്ടിയത്. നമ്മൾ സാധാരണ മെയ് ആകുമ്പോഴേക്കും AC സെയിൽ പതുക്കെ കുറയുമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഈ 2 ദിവസങ്ങൾ നമ്മൾ കണ്ടത് നമ്മളൊന്നും ഒരിക്കലും മനസ്സിൽ പ്രതീക്ഷിക്കാത്ത സെയിലും അതുപോലുള്ള കസ്റ്റമർ ഫ്ലോവുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഴ എന്ന് പറയുന്ന സാധനം ഇല്ല. വല്ലപ്പോഴും ഒരു വേനൽ മഴ വന്നു പോയാൽ അതിന് ഇരട്ടിയായിട്ട് ചൂട് കൂടുകയാണ്. ഇരട്ടി ചൂടാക്കി തരികയാണ്. ചൂട് ഭയങ്കര ഇപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാം, ഫാൻ മാത്രം ഇട്ടിട്ട് ഇരിക്കാൻ പറ്റില്ലാത്ത ചൂടാണ്, ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ AC ഇല്ലാതെ നമുക്കിപ്പോൾ പറ്റൂല. ഇപ്പോൾ സാധാരണ വീട്ടിലേക്കും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏത് കടയിൽ പോയാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പോകുന്ന അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ AC ആണ് ഇപ്പോൾ. സോ ഈ ഒരു ചൂടത്താൻ ഭയങ്കരമായിട്ട് ചൂട് കൂടുന്നുണ്ട്. നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ചൂടാണ് ഇപ്പോൾ ഇൻക്രീസ് വന്നിരിക്കുന്നത്. സോ എന്താണേലും ഒരു AC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മസ്റ്റ് ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ AC വാങ്ങിക്കാനായിട്ട് ഇവിടെ തന്നെ വന്നു.